സ്കൂൾ പഠിച്ചിരുന്ന അവസരത്തിൽ കേട്ടിട്ടുള്ളതാണ് BPL എന്താണെന്ന്. BPL, ബിലോ പോവർട്ടി ലൈൻ, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരെ പറ്റി. പക്ഷെ ഞാൻ ഇതുവരെ കേരളത്തിൽ അങ്ങനെ ഉള്ളവരെ കണ്ടുമുട്ടിയിട്ടില്ല. ഞാൻ ജീവിച്ച് വളർന്നു വന്ന സാഹചര്യത്തിലോ സമൂഹത്തിലോ അങ്ങനെയുള്ളവരെ എനിക്ക് കണ്ടുമുട്ടേണ്ടി വന്നിട്ടില്ല. പിന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരെന്ന്. അതൊക്കെ ഒരു തമാശ രൂപത്തിൽ എപ്പോഴോ ക്ലാസ്സിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ സംസാരിച്ചപ്പോഴോ വന്നിട്ടുള്ളതല്ലാതെ എന്താ ഇതിന്റെ യഥാർത്ഥ അർത്ഥമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ജബൽപൂർ ഉപതയിലെ ജുനുവാനി എന്ന പാരിഷിൽ വില്ലേജ് എക്സ്പോഷർ പ്രോഗ്രാമിന് ചെന്ന് ആ വില്ലേജിലുള്ള ആളുകളുമായിട്ട് ഇടപെട്ടപ്പോഴാണ് എനിക്ക് അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലായത്. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ താമസിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടത്. രാവിലെ നേരം വെളുക്കുന്നിടം മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന വേതനം എന്ന് പറയുന്നത് ഒരു പിടി അരിയാണ്. അതായത് ഈ കയ്യിൽ കൊള്ളാവുന്ന അത്ര ഇട്ടിട്ട് എപ്പോഴാണോ അരിമണികൾ താഴെ പോകുന്നത് അവിടെ വരെ ഇടത്തുള്ളൂ. രണ്ട് കൈ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ പോലും എന്തുമാത്രം കൊണ്ടുപോകാൻ പറ്റും. നടന്നു പോകുന്ന വഴിക്കാണെങ്കിലോ ഈ കൈ തന്നിപ്പോയി കഴിഞ്ഞാൽ കുറച്ചരി താഴെയും പോകും. അവരിങ്ങനെ മേടിച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ മക്കളെ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും 10ാം ക്ലാസ് വരെ അവരെ പഠിപ്പിക്കത്തുള്ളൂ. കാരണം ഗവൺമെന്റ് 10 വരെ നിർബന്ധിത വിദ്യാഭ്യാസം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് 10 വരെ പഠിപ്പിക്കും. വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് +2 വരെ പഠിക്കുന്നതും അതിലും കുറച്ച് കുട്ടികൾ മാത്രമേ ഹയർ സ്റ്റഡീസിന് പോകത്തുള്ളൂ. 10ാം ക്ലാസ് ആകുമ്പോൾ ഇവരെ എന്തിനാ തിരിച്ചു കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. കാരണം ഫ്രീ എഡ്യൂക്കേഷൻ അല്ലേ, ഫ്രീ ആയിട്ട് പഠിക്കാമല്ലോ. അവർ ചിന്തിക്കുന്നത് കുടുംബത്തിലെ ഓരോ അംഗങ്ങളും കൂടി പണിക്ക് പോവുകയാണെങ്കിൽ ഓരോ പിടി അരി വെച്ച് അവർക്ക് അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കിട്ടും. അങ്ങനെയെങ്കിലും ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിച്ച് തൃപ്തിപ്പെടാവല്ലോ എന്നോർത്താണ് അവർ മക്കളെയും കൊണ്ട് പോകുന്നത്. ഇവര് ചെയ്യുന്നത്, ഇവര് പൊതുവായിട്ടുള്ളൊരു ടാപ്പ് ഉണ്ട്. ടാപ്പ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് പമ്പ് എന്ന് പറയും. ഇങ്ങനെ അടിച്ചടിച്ച് ഒരു 10 പ്രാവശ്യം അടിച്ച് ചെയ്യുമ്പോൾ ഇച്ചിരി വെള്ളം, ഒരു മഗ് വെള്ളം കിട്ടും. അപ്പൊ അങ്ങനെയുള്ള വെള്ളം ശേഖരിച്ച് ദൈനംദിന പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും കുളിക്കാനും ഉപയോഗിക്കുകയും, കുളിക്കുന്ന സമയത്ത് ഒരു തോർത്ത് മാത്രം ഉടുത്തിട്ട് അവരിട്ടിരിക്കുന്ന വസ്ത്രം കഴുകി വെയിലത്തിട്ട് ഉണക്കി കുളി കഴിയുമ്പോൾ അതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്ന ആ ഒരു പ്രതിഭാസവും കൂടെ കാണാനായിട്ട് എനിക്ക് ഇടയായി. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരാരാണെന്ന് എനിക്ക് പിടികിട്ടിയത് അവരുടെ ആ പ്രവൃത്തി കണ്ടപ്പോഴാണ്. എല്ലാ മിഷൻ സൺഡേയുടെ കളക്ഷൻ എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ അനുഭവം പറയാറുണ്ട്. കാരണം ഇതിലൂടെ മിഷൻ കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ അതൊരു വലിയൊരു സപ്പോർട്ടായിരിക്കുമെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ തൊട്ടനുഭവിച്ച ഒരു കാര്യമാണ്. അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു, ഞാൻ ഭക്ഷണം വേസ്റ്റ് ആക്കത്തില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഒരു പിടി അരി കൊണ്ട് ഇവര് രാത്രിയിലത്തെയും പിറ്റേ ദിവസം രാവിലത്തെയും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവർ ഒരു തരി മണി പോലും കളയുന്നില്ല. കഴിക്കുന്ന ഭക്ഷണം ഞാൻ വേസ്റ്റ് ചെയ്യുമ്പോൾ ഇവരോട് ചെയ്യുന്ന ഒരു അനീതിയല്ലേ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മിഷൻ സൺഡേയിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, നമ്മൾ ഈ മിഷൻ പ്രദേശങ്ങളിലുള്ള താഴ്ന്ന തട്ടിൽ ജീവിക്കുന്ന, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന, വിശപ്പ് അകറ്റാനായിട്ട് മണ്ണ് വാരി തിന്നുന്ന കുട്ടികളെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആ സമൂഹത്തിന്റെ ഒരു കൈത്താങ്ങായിട്ട് ഈ മിഷൻ സൺഡേ ആചരണവും നമ്മുടെ പ്രയത്നവും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഈശോ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.